25 വർഷക്കാലത്തെ സ്തുത്യർഹമായ സേവനം സമർപ്പിച്ചുകൊണ്ട് പടിയിറങ്ങുകയാണ് ദ ഡയറക്ടർ ഓഫ് സഞ്ജീവിനി സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഫാദർ ജേക്കബ് വട്ടക്കാട്ട്. 2 പതിറ്റാണ്ടിലധികം ഒരുപാട് ജീവിതങ്ങളെ നയിക്കാനും രൂപപ്പെടുത്താനും ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരുപാട് മാനസിക രോഗികളെ തൻ്റെ കരുണയാലും സമഗ്ര പരിചരണത്താലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ജേക്കബ് അച്ഛന് സാധിച്ചു. നമുക്ക് അച്ഛനോട് അച്ഛൻ്റെ ഈ കഴിഞ്ഞ 25 വർഷക്കാലത്തെ ജീവിതയാത്രകളെ പറ്റി ചോദിക്കാം. നമുക്കും കടന്നു ചെല്ലാം. 2000 മെയ് 6 അച്ഛനിവിടെ ആദ്യമായി സഞ്ജീവനിയുടെ ഡയറക്ടറായി കടന്നു വന്നപ്പോൾ അച്ഛൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളെ പറ്റി ഒന്ന് പറയാമോ? ഇവിടേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിൽ സ്വപ്നങ്ങൾ അങ്ങനെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. എൻ്റെ അധികാരികൾ എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു. ആ ശുശ്രൂഷ എന്നാലാവുന്ന വിധത്തിൽ നിറവേറ്റുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വൈദിക ജീവിതം ആരംഭിക്കുന്ന കാലം മുതൽ മാനസികമായി മുറിവേറ്റവരെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അവരെ പരിചരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലെ മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോയെക്കുറിച്ച് ഒരു പരാമർശമുണ്ട്. അവൻ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചു. ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ മനുഷ്യർ തീരാ ദുഃഖത്തിലും വ്യഥയിലും ഗതികേടിലുമൊക്കെ ആയിരിക്കുന്നത് ഈശോ മനസ്സിലാക്കി. അവരുടെ പരിഭ്രാന്തിയും അവരുടെ ആകുലങ്ങളുമെല്ലാം ഈശോ ഒപ്പിയെടുത്തു. അവരുടെ മേൽ ഈശോയ്ക്ക് അനുകമ്പ തോന്നി എന്നാണ് അവിടെ പറഞ്ഞു വെക്കുക. എൻ്റെ വൈദിക പരിശീലന കാലഘട്ടത്തിൽ ഈ അനുകമ്പ നൽകാൻ എനിക്കാവുമോ എന്നുള്ള ഒരു ചിന്ത എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ഒരു ആദർശം പോലെ ഞാൻ ഏറ്റെടുത്ത സുവിശേഷ ഭാഗമാണത്. അനുകമ്പ എന്നെക്കൊണ്ടാവും, കമ്പാഷൻ, ടു ഫീൽ വിത്ത് അതർ പീപ്പിൾ. അത് പൗരോഹിത്യ ജീവിതം ആരംഭിച്ച കാലം മുതൽ എടത്തുവായിലും ചാരമംഗലത്തുമൊക്കെ ജീവിച്ച സാഹചര്യത്തിൽ മാനസികമായ വേദനകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരായിരുന്നു എൻ്റെ ശ്രദ്ധയിൽ. അതിനകത്ത് സാമ്പത്തികമായി ഉയർന്നവരെന്നോ ദരിദ്രരെന്നോ വ്യത്യാസമില്ല. ദേവാലയത്തിൽ എത്തുന്നവരെന്നോ അകന്നു നിൽക്കുന്നവരെന്നോ ഞാൻ നോക്കാറില്ല. ഏതർത്ഥത്തിലും മനസ്സിൻ്റെ തകർച്ച അനുഭവിക്കുന്നവർ, അത് ദൈവാനുഭവത്തിൻ്റെ കുറവാവാം, വിശ്വാസത്തിൻ്റെ കുറവാവാം, മാനസികമായി തളരുന്ന പ്രശ്നങ്ങളുടെ നടുവിലാവാം. എന്തായാലും കൊള്ളാം, മനസ്സിൻ്റെ മേഖലയിലെ ഒരു ദാരിദ്ര്യമായിരുന്നു എൻ്റെ ശ്രദ്ധാവിഷയം. കർത്താവിൻ്റെ ശുശ്രൂഷ, കർത്താവിൻ്റെ കരുണയുടെ ശുശ്രൂഷ എന്നിലൂടെ കർത്താവ് നിറവേറ്റുന്നത് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് 8 വർഷം ഇടവക ശുശ്രൂഷയ്ക്ക് ശേഷം അഭിമന്യ പിതാവിനോട് കേരളത്തിലെ തടവറകളിലൂടെ ശുശ്രൂഷ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് യാതൊരു വിഷമവും തോന്നിയില്ല. എനിക്കിഷ്ടമായിരുന്നു. കാരണം അങ്ങനെയുള്ളവരെ തന്നെ എനിക്ക് കണ്ടെത്താമല്ലോ. അതിനുശേഷം ഈ ഭവനത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ ഇടവുകളൊക്കെ ആണെങ്കിൽ മനുഷ്യൻ്റെ വേദന അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് തേടിപ്പോകണമായിരുന്നു. പക്ഷെ ഇവിടെ ആകുമ്പോൾ അവരെ കൊണ്ട് ദൈവം ഇങ്ങോട്ടെത്തിക്കുന്നത് പോലൊരു ഫീലായിരുന്നു. ഇവരുടെ കൂടെ ജീവിക്കാം എന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഞാൻ നടക്കുമ്പോൾ എൻ്റെ കൂടെ ഇവർ നടക്കുക, അത്രയേ ഉള്ളൂ. ഒരു അവരുടെ കൂടെ ജീവിക്കുക, അവർക്കെന്ത് ചെയ്യാം എന്നതിനേക്കാളുപരി അവരുടെ കൂടെ ജീവിക്കുക, അതൊക്കെയായിരുന്നു. അതുകൊണ്ടൊരു കുഞ്ഞു കാര്യം എന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു സേവനത്തെ, ശുശ്രൂഷയെ അന്നും ഇന്നും ഞാൻ കണ്ടിട്ടുള്ളത്. അച്ഛൻ സഞ്ജീവനി വന്നപ്പോൾ ഇപ്പം കാണുന്ന സഞ്ജീവനി അല്ലായിരുന്നു അന്ന്, അല്ലേ? ഒരുപാട് കുറേ മാറ്റങ്ങൾ അച്ഛൻ വഴി സഞ്ജീവനി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അച്ഛന് അതിലേറ്റവും പ്രസക്തമായൊരു ട്രാൻസ്ഫോർമേഷൻ സഞ്ജീവനിക്കുണ്ടായി എന്ന് തോന്നുന്നത്? ബഹുമാനപ്പെട്ട അന്തോനിച്ചൻ, ആൻ്റണി മണ്ണാർക്കുളം അച്ഛൻ, തൻ്റെ ഒത്തിരിയേറെ പ്രാർത്ഥനയിലും തനിക്ക് കിട്ടിയ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലെ ചിന്തകളിലും പിന്നെ മദർ തെരേസയുമായിട്ടുള്ള അച്ഛൻ്റെ ആ ഒരു സൗഹൃദത്തിലുമൊക്കെ അച്ഛനിൽ ദൈവം കൊടുത്ത ഒരു പ്രചോദനത്തിലാണ് ഈ സഞ്ജീവനി ആരംഭിച്ചതെന്നാണ് എൻ്റെ ധാരണ. അച്ഛൻ തുടങ്ങി വെച്ച കാര്യങ്ങൾക്ക് എന്നാലാവുന്ന വിധത്തിൽ ഒരു കൂട്ടിച്ചേർക്കലുകളോ ഒക്കെയായിരുന്നു എൻ്റെ ശ്രമം. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കടന്നു വരുന്നവർ ആരായാലും, ഏത് സാഹചര്യത്തിൽ നിന്നോ ഏത് വിശ്വാസത്തിൽ നിന്ന് വന്നവരായാലും ദൈവമക്കളാണവർ. അച്ഛൻ്റെ ദർശനം അതായിരുന്നു. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, അതുകൊണ്ട് സഹോദരങ്ങളാണ്, ശുശ്രൂഷിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പേറിയ ഒരു ബോധ്യമായിരുന്നു.
അതിനപ്പുറം മദർ തെരേസായുടെ ആഗ്രഹത്താൽ ഇത് ആരംഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. കാരണം മദർ തെരേസായുടെ ചിന്തകളായിരുന്നല്ലോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായില്ലെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അതിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ഭാഗമാണ് ഇച്ചിരി ചിട്ടയായിട്ട് ചെയ്യുക എന്നുള്ളത്. അതിൽ തന്നെ പൂർണ്ണതയുണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുമായിരുന്നു. അതുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് ഇവിടേക്ക് വരുന്നവർക്ക് കിട്ടിയ ആശ്വാസവും പ്രത്യാശയും അവരനുഭവിച്ച സുരക്ഷിതത്വമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അനുഭവമായിട്ട് തോന്നുന്നത്. ഉള്ള ഇടയായികളും ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നതും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും ഒരുമിച്ച് നടക്കുന്നതും അവരുടെ കൂടെ കഴിയുന്നതിലൂടെ അവർക്കുണ്ടായ ഒരു ഗുണമേന്മയുണ്ടല്ലോ. ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു സമർപ്പിതർ നൽകുന്ന ദൈവാനുഭവത്തിൻ്റെ അത് അവർ നമ്മളിന്ന് കണ്ടെത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. പ്രാർത്ഥനയുടെ അന്തരീക്ഷം, സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം, പങ്കുവെക്കലിൻ്റെ അന്തരീക്ഷം, അതിലൂടെ അവരുടെ ജീവിതത്തിന് ഒരു ഗുണമേന്മ വർദ്ധിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് അഭിമാനം നൽകുന്നതും സംതൃപ്തി നൽകുന്നതും ഇപ്രകാരമുള്ള ഗുണപരമായ ഒരു ഉയർച്ചയാണ് എല്ലാ അർത്ഥത്തിലും. പിന്നെ അനേക ആയിരങ്ങൾ കൈനീട്ടി സഹായിച്ചത് കൊണ്ടാണ് മണ്ണാകുളത്തച്ഛൻ്റെ കാലം മുതൽ മുന്നോട്ട് ഇക്കാലം അത്രയും ഇതെല്ലാം ആയത്. അതുകൊണ്ട് കെട്ടിടങ്ങൾ പണിതു അല്ലെങ്കിൽ പുതിയ പ്രസ്ഥാനങ്ങൾ തുടങ്ങി എന്ന് പറയുന്നതിനകത്തൊന്നും എനിക്ക് വലിയ നേട്ടമായിട്ട് പറയാനില്ല. പിന്നെയോ കർത്താവിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ ഒരു ശുശ്രൂഷ ഈ മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ പ്രത്യാശ കൊടുക്കാൻ തക്ക വിധം നമ്മുടെ സാന്നിധ്യം ഇടയാക്കി എന്നുള്ളത് എനിക്ക് വലിയ സംതൃപ്തിയാണ്. മദർ തെരേസ പറയും, ഒത്തിരിയേറെ ചെയ്യുന്നതിൽ സ്നേഹം ചാർത്തുന്നതിലാണ് അർത്ഥം. ഞാനതൊക്കെ എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾ തന്നെയായിരുന്നു അത്. മദർ തെരേസ അത് പറഞ്ഞപ്പോൾ അതിനൊരു ദൈവിക ഭാവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഓരോരോ കാര്യങ്ങൾ കാലഘട്ടത്തിന് ആവശ്യമനുസരിച്ച് ഒരു വികസനോന്മുഖമായിട്ട് ചിന്തിച്ചു എന്നുള്ളത് ഞാൻ ചെയ്യേണ്ടതാണല്ലോ. സഞ്ജീവിനി പ്രധാനമായും 2 മോഡലുകളെ ആസ്പദമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അച്ഛൻ ആ മോഡലുകളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ, സംസാരിക്കാം? അത് പറയുമ്പോൾ മണ്ണാർക്കുളം അച്ഛൻ തൻ്റെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ ഒരു ട്രയാങ്കിൾ മോഡൽ റീഹാബ് പ്രോഗ്രാം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിച്ചു. അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഇപ്പം പറയണ്ടല്ലോ. ചുരുക്കി പറയാം എന്ന് പറയുമ്പോൾ ഒരു ത്രിമാന തലത്തിലുള്ള ശ്രദ്ധ ഊന്നിക്കൊണ്ടുള്ള റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ പുനരധിവാസം. അതിന് അച്ഛൻ കൊടുത്ത ലോക്കസ്, ഫോക്കസ്, മോഡസ് എന്ന 3 വാക്കുകൾ. ലോക്കസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഈ ഭവനത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം, പരിതോവസ്ഥ പരിഗണിക്കുക. കുടുംബം സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ്. ആ കുടുംബത്തിലെ ഈ അംഗമാണ് ഏറ്റവും വേദനിക്കുന്നത്. കാരണം ഒരു ബലിയാടായി മാറുന്നൊരവസ്ഥയാണ്. മാനസിക സമ്മർദ്ദങ്ങളുടെയും പാരമ്പര്യമായിട്ട് കിട്ടിയ രോഗ സാധ്യതകളുടെയും ഇതര പ്രവണതകളുടെയും പ്രത്യേകതകളുടെയൊക്കെ നടുവിൽ ഒരാൾക്ക് തലച്ചോറിന് തകരാറ് സംഭവിച്ചു കഴിയുമ്പോൾ, അതായത് മാനസിക രോഗം വന്നു കഴിയുമ്പോൾ, നമ്മളൊരു പഠനം നടത്തിയാൽ മനസ്സിലാവും ആ കുടുംബത്തിൽ ഏറ്റവും സാധുവായ ഒരു വ്യക്തിക്കാണ് ഇതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വന്നത് നമ്മൾ മനസ്സിലാവും. ഒരുപക്ഷെ മദ്യപാനം അല്ലെങ്കിൽ അതുപോലെയുള്ള ഡ്രഗുകളൊക്കെ ഉപയോഗിക്കുന്നതും മനസ്സിൻ്റെ ആ ഒരു സമ്മർദ്ദവും മനസ്സിൻ്റെ വിഷമവും തീർക്കാൻ വേണ്ടിയിട്ടാവാം. പക്ഷെ അതുകൊണ്ട് എത്തിക്കുന്നത് തലച്ചോറിലെ തകരാറാണ്. പാരമ്പര്യമായിട്ട് കിട്ടിയ ഘടകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതും ഒരു പ്രീ ഡിസ്പോസിഷൻ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. സാധ്യതയോടുകൂടിയാണ് ഒരു വ്യക്തി കടന്നു വരുന്നത്. അപ്പനും അമ്മയ്ക്കും ഉണ്ട്, അച്ഛനും അമ്മയ്ക്കും ഒക്കെ രോഗമുണ്ടെങ്കിൽ മക്കളായ അവർക്ക് സാധ്യതയുണ്ട്. ഈ സാധ്യതയിൽ ആരാണ് ദുരിതം അനുഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യം. പിന്നെ ജീവിതത്തിലെ സമ്മർദ്ദം, സമൂഹത്തിലെ ജീവിതത്തിൻ്റെ സമ്മർദ്ദം, ജോലിയുടെ, പഠനത്തിൻ്റെ, സാമ്പത്തികം, പല കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെയൊക്കെ ബലിയാടായി മാറുന്നത് അന്ന് ഓർക്കുമ്പോൾ അവർക്ക് കെയർ കൊടുക്കുക എന്നുള്ള സഞ്ജീവനിയുടെ ആദ്യത്തെ ലക്ഷ്യം. ഇതാണ് ലോക്കസ്. അവരെ ആ സാഹചര്യത്തിൽ നിന്നും അവർക്ക് ഉള്ള മറ്റൊരു വീട്, മറ്റൊരു കുടുംബം എന്ന രീതിയിലാണ് ഒരു പുനരധിവാസ കേന്ദ്രം വേണം എന്നാണ് രണ്ടാമത്തത്. ഫോക്കസ്, റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അതുകൊണ്ടാണ് അതിനെ ഹോം എവേ ഫ്രം ഹോം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെയുള്ള വൈദികരോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ സ്റ്റാഫ് അംഗങ്ങളോ മാതാപിതാക്കളെ പോലെ ആയിരിക്കണമെന്നുള്ളതാണ് എൻ്റെ ദർശനം. അവർക്ക് കൊടുക്കുമ്പോൾ പിതൃസഹജമായൊരു വാത്സല്യമെന്നോ അല്ലെങ്കിൽ മാതൃസഹൃതമായ വാത്സല്യമെന്നോ അത് കൊടുക്കുക. അതുകൊണ്ട് ഈ ഇവിടേക്ക് വരുന്ന വ്യക്തി ആരുമായിക്കൊള്ളട്ടെ അവർക്ക് കൊടുക്കുന്ന സംരക്ഷണം, ഇൻഡിവിജ്വൽ കെയർ, അത് നമ്മുടെ ഏറ്റവും വലിയ കാര്യമായിട്ട് വേണം എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അവർക്ക് നല്ല താമസ സൗകര്യം വേണം, നല്ല ഭക്ഷണം വേണം, ശ്രദ്ധ കൊടുക്കണം, ഒക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം. അവർക്ക്
ഉത്തരവാദിത്തത്തോട് ജീവിക്കാനാവുന്നിടത്തോളം അളവിലുള്ള ഒരു 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 സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെ അവർക്ക് സമൂഹമായിട്ട് ബന്ധം വേണം, ദൈവത്തോട് ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു 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 സംരക്ഷണം കൊടുക്കുന്ന ഒരു ഭവനമാകണം പുനരധിവാസ കേന്ദ്രമെന്ന് എൻ്റെ ഒരു ചിന്തയിൽ. മോഡസ് എന്ന് പറയുമ്പോൾ അവർക്ക് നൽകപ്പെടുന്ന ശുശ്രൂഷകളാണ് എന്ന് പറയുമ്പോൾ അവർക്ക് അത്യാവശ്യം അടിസ്ഥാനപരമായി വേണ്ടതും മരുന്നാണ്. കാരണം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ബയോകെമിക്കൽസ് ആവശ്യമാണ്. അപ്പോൾ അത് ഉറപ്പാക്കുക, അത് ക്വാളിറ്റിയുള്ള മെഡിസിൻസ് കൊടുക്കുക, കെയർ ഉറപ്പാക്കുക, ഒക്യുപേഷണൽ തെറാപ്പി, വൊക്കേഷണൽ ട്രെയിനിങ്, സ്പിരിച്വൽ നറിഷ്മെൻറ്റ്, പിന്നെ അവർക്ക് നൽകുന്ന ഇൻ്ററാക്റ്റീവ് കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ഇടപെടുന്ന അതിലൂടെ അവർക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചകൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്ത ഒരു പ്രോഗ്രാമാണ് റീഹാബിലിറ്റേഷൻ. അതാണ് മോഡസ്, അതാണ് ട്രയാങ്കിൾ മോഡൽ എന്ന് നമ്മൾ പറയുക. എൻ്റെ കുറച്ചു കാലം മുന്നോട്ട് പോന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ഇതിൽ നിന്നും കെയർ എന്ന് പറയുന്നതിനെ, അതായത് ഫോക്കസ്, കെയർ എന്ന് പറയുന്നതിനെ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നി. അതിലാണ് എനിക്ക് ഒരു ടെട്രഹെഡ്രൽ മെത്തേഡ് ഓഫ് കെയർ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിന് 4 തലങ്ങളുണ്ടല്ലോ. ശാരീരികമായൊരു തലം, ഭൗതിക തലം, ഒരു മാനസിക തലം, വൈകാരിക മാനസിക തലം, ഒരു സമൂഹജീവിയായ നമുക്കുള്ള ഒരു സാമൂഹിക വ്യക്തിത്വം, ഒപ്പം ആത്മീയ തലം. അപ്പോൾ ഇത് 4നെയും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ് ടെട്രഹെഡ്രൽ മെത്തേഡ് ഓഫ് കെയർ. അപ്പോൾ അവർക്ക് ആവശ്യമായ മെഡിസിൻ, നല്ല ഭക്ഷണം, നല്ല താമസ സൗകര്യം ആദ്യത്തെ തലം. 2, അവർക്ക് നമ്മൾ കൊടുക്കുന്ന അറ്റൻഷൻ. നമ്മൾ ഒന്ന് സമീപിക്കുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കി അവരുടെ വർത്തമാനം പറയുക, അവർക്ക് വ്യക്തിത്വത്തിന് വിലയുണ്ട് എന്ന് തോന്നിക്കുക, അംഗീകാരം കൊടുക്കുക, അവർക്കൊരു പരിഗണന കൊടുക്കുക എന്ന് പറയുന്നതാണ് 2ാമത്തെ തലം. അതല്ലേ എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു തലം കെയർ. 3ാമത്തെ പറയുമ്പോൾ അവർ ഈ സമൂഹത്തിലെ വ്യക്തികളാണ്. സമൂഹത്തിൽ നിന്ന് അവർ വേർപെട്ട് നിൽക്കുക, അവർ ഉപേക്ഷിക്കപ്പെട്ടവരാമോ ഒറ്റപ്പെട്ടു പോയാൽ അവർക്ക് ആ ഒരു ഫീൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും വിവിധ കോളേജുകളിൽ നിന്ന്, നഴ്സിംഗ് കോളേജുകൾ, 4ഓളം നഴ്സിംഗ് കോളേജുകൾ, സോഷ്യൽ വർക്ക് ട്രെയിനീസ് ആയിട്ടുള്ളവരൊക്കെ നമ്മൾ വെൽക്കം ചെയ്യുന്നത്. സമൂഹമായിട്ട് ഇവർക്ക് ഇൻട്രാക്ഷൻ വരണം. നമ്മൾ പള്ളികളിലേക്ക് കൊണ്ടുപോകുന്നതും ഇപ്പോൾ സെമിനാരിക്കാരായി അല്ലെങ്കിൽ സൈക്കോളജി സ്റ്റുഡൻസായി ഇവിടേക്ക് വരുന്ന വിസിറ്റേഴ്സായി അവരെ വേണ്ട വിധത്തിൽ വെൽക്കം ചെയ്യുന്നതിന് കാരണം ഇവർക്ക് സോഷ്യലൈസേഷൻ്റെ അവസരം വേണം. വേറെ അവർക്ക് അവസരം ഇല്ല. അതുകൊണ്ട് മാത്രമല്ല, ഇവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് പോലും അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ സോഷ്യൽ പേഴ്സണാലിറ്റി. 4ാമത്തെ സ്പിരിച്വൽ നറിഷ്മെൻറ്റ്. ഒരു വൈദികൻ എന്ന രീതിയിൽ എൻ്റെ ലക്ഷ്യം ഇവരെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ള, അവിടെ ആ ഒരു ദൈവബന്ധത്തിലാണ് ഇവർക്ക് ഏറ്റവും സമാശ്വാസവും സൗഖ്യവും പ്രത്യാശയും. അതുകൊണ്ട് സ്പിരിച്വൽ നറിഷ്മെൻറ്റ്, ലോകതെറപ്പി പോലെയുള്ള കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും, എല്ലാ നേരമുള്ള പ്രാർത്ഥനകളും ആരാധനയും ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. കാരണം ഈ ലോക ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളതുപോലെ കഴിഞ്ഞു പോകും. പക്ഷേ മറ്റൊരു ജീവിതത്തിനെ ഇവരെ ഒരുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ചിന്തയായിരുന്നു. കാരണം അതിനായിട്ടാണല്ലോ കർത്താവ് നമ്മെ ഈ ശുശ്രൂഷ ഫലമേൽപ്പിച്ചത്. അല്ലെങ്കിൽ സഭ ഇത് ചെയ്യുന്നതിന് അർത്ഥമില്ലല്ലോ. ചങ്ങനാശ്ശേരി അതിരൂപത എന്ന വിധത്തിൽ ആ തരത്തിലുള്ളൊരു ക്വാളിറ്റി ഉറപ്പാക്കണം എന്ന് എനിക്ക് ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 4 മേഖലകളെയും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഇവിടെ സെറ്റ് ചെയ്തത്. ഈ നീണ്ട കാലയളവിൽ അച്ഛൻ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നവരെയും ഒറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അച്ഛന് ഏറ്റവും മറക്കാനാവാത്ത ഒരു സന്ദർഭം ഒന്ന് പറയാമോ? അത് ഒരുപക്ഷെ പറഞ്ഞാൽ വേദനയുടെ അനുഭവമാണത്. വേദന എന്ന് പറയുമ്പോൾ ഇവർക്ക് അവരുടേതായ രക്തബന്ധത്തിലോ കുടുംബ ബന്ധത്തിലോ അവരെ സംബന്ധിച്ച് ഏറ്റവും ഒരു സൊളസ് അല്ലെങ്കിൽ ഒരു സമാധാനം നൽകുന്നത് അവരുടെ സ്വന്തക്കാരുടെ അടുത്ത് പോകുമ്പോഴാണ്. അങ്ങനെ സൗഖ്യപ്പെട്ടിട്ടും കൊണ്ടുപോകാത്തവരുടെ വേദനയാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത്. അതുമൂലം ഇവിടെ തൂങ്ങി മരിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ തളർത്തുന്നൊരു അനുഭവം. ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ തങ്ങിക്കിടക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവരൊക്കെ മിടുക്കരായി പോകുന്ന കാണുന്നതിനുള്ള സന്തോഷം ഉറപ്പായിട്ടും. പക്ഷെ അതിലുപരി ആരുമില്ലല്ലോ എന്ന കാരണത്താൽ അവർ മരിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം. സഞ്ജീവനിയിൽ വരുന്നതിന് മുൻപ് അച്ഛനൊരു പ്രിസൺ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടുത്തെ ഒരു അനുഭവം പങ്കുവെക്കാമോ? തടവറയിലൂടെ കടന്നു പോകുമ്പോൾ കുറേ പേര് നിരപരാധി തെളിയിക്കാൻ കഴിവില്ലാത്തവരാണ്. മറ്റു ചിലർ ചെന്ന് പെട്ടുപോയ സാഹചര്യത്തിൽ ഉള്ളവരുണ്ട്. കുറ്റം ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല, അവർ ചെന്ന് പെട്ടുപോയി കാരണങ്ങൾ കൊണ്ട്. കുറേ പേര് അല്ലാതെ മനോരോഗികളും ക്രിമിനൽ സ്വഭാവമുള്ളവരുമൊക്കെയാണ്.
എനിക്ക് ഒരു ഒരു സന്തോഷം തോന്നിയത് അവർക്ക് ഈശോ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിൻ്റെ ഒരു വാർത്ത കേട്ടത് ഭയങ്കര ആശ്വാസമായിട്ട്. ഞങ്ങൾ തടവുള്ളികളാണെങ്കിലും ദൈവസന്നിധി ഞങ്ങൾ പാപികളല്ല എന്നവർ തിരിച്ചറിയാനിടയായി. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം, അവർക്ക് ധ്യാനം കൊടുത്തപ്പോഴും കൗൺസിലിംഗ് കൊടുത്തപ്പോഴും അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോഴും അവരോട് ഇടപെടുമ്പോഴൊക്കെ എനിക്ക് ബോധ്യപ്പെടാനിടയായത് ദൈവം അവരെ ആരെയും പാപികളായിട്ട് കണ്ടിട്ടില്ല. സമൂഹത്തിൽ കുറ്റവാളികളാണ്, ആ തരത്തിൽ മാനസാന്തരപ്പെട്ട ഒത്തിരി വ്യക്തികളുണ്ട്, അതൊക്കെ പറയാനുള്ള സമയം തീരെ കുറവാണ്. പക്ഷേ അവർ പാപികളല്ല എന്ന് തോന്നിപ്പിക്കാനും അവർക്കുമുണ്ട് ഒരവസരം. അതായത് നമ്മൾ പറയുമല്ലോ, പാപം ചെയ്തിട്ടില്ലാത്തൊരു വിശുദ്ധനുമില്ല, വിശുദ്ധനാകാൻ സാധ്യതയില്ലാത്തൊരു പാപിയുമില്ല എന്ന് അഗസ്റ്റിനോസ് പറയുന്നുണ്ടല്ലോ. ആ ഒരു സാഹചര്യമാണ് ഞാൻ കണ്ടത്. അവർക്ക് വിശുദ്ധരാകാൻ പറ്റും എന്നവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ ഇടയായിട്ടുണ്ട്. ഒത്തിരിയേറെ അനുഭവങ്ങൾ ആ തരത്തിൽ കിടപ്പുണ്ട്. പക്ഷേ ഇപ്പം അതിനുള്ള സാഹചര്യമല്ല. ഓക്കെ അച്ഛൻ. അച്ഛനൊരു ദീർഘവീക്ഷണമുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അച്ഛൻ സഞ്ജീവനിയിൽ തുടരുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ ഇനിയും സഞ്ജീവനിയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് വലിയൊരു ആശ്വാസം, അല്ലെങ്കിൽ ഈ ഭവനത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് ശുശ്രൂഷയ്ക്കായി പോകാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ദൈവത്തിൻ്റെ പരിപാലനയിൽ മണ്ണാറോൾ അച്ഛനിലൂടെയും മറ്റനേകായിരം പേരുടെ സഹായത്തിലൂടെയും കടന്നു വന്നൊരു കാര്യമായതുകൊണ്ട് ദൈവത്തിൻ്റെയാണിത്, ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവമുണ്ട്, ജീവിക്കുന്നുണ്ട്, അവിടുന്ന് പരിപാലിക്കും, അവിടുന്ന് കരുണയാണ്. അതാണ് ഒരു ബോധ്യം, ഒരു വിശ്വാസം. 2, മോപനച്ഛൻ്റെ ആ ആറ്റിറ്റ്യൂഡും അച്ഛൻ്റെ ആ ഒരു സമർപ്പണ ബോധവും അച്ഛൻ്റെ ആ ഒരു നേതൃപാഠവും അച്ഛൻ്റെതായിട്ടുള്ള നന്മകളും അച്ഛനിലെ വലിയൊരു അഭിഷേകവും ഒക്കെ കാണുമ്പം എനിക്ക് വല്ലാത്ത സംതൃപ്തി. മറ്റൊന്നും കൂടല്ല, എന്നേക്കാൾ മികച്ച ദൈവം തമ്പുരാൻ അയച്ച ഒരാളെ ഈ മക്കൾക്ക് കിട്ടിയല്ലോ, പിന്നെ ഞാൻ എന്തിന്. അതുകൊണ്ട് എനിക്ക് കടന്നു പോകുന്നതിലൊരു വിഷമമില്ലെന്ന് മാത്രമല്ല, അച്ഛനുണ്ടല്ലോ എന്നുള്ളത് കൊണ്ടും ദൈവമുണ്ട് എന്നുള്ളത് കൊണ്ടും ഇത് ഒത്തിരിയേറെ വളരും. അങ്ങനെ വളരുന്ന പാതയിൽ ചിന്തിക്കുമ്പോൾ ഈ പുനരധിവാസ കേന്ദ്രത്തോട് ബന്ധിപ്പിച്ച് ഇവർക്ക് പറ്റുന്ന ഒരു ആശുപത്രിയുടെ ഉണ്ടായിരുന്നെങ്കിൽ കംപ്ലീറ്റ് കെയർ കൊടുക്കാമായിരുന്നല്ലോ. അതിനുള്ള നടപടികൾ കുറേയെല്ലാം മുന്നോട്ട് പോന്നു, അതൊന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ അച്ഛന് വളരെയേറെ പാഷനേറ്റാണ് കുട്ടികളുടെ കാര്യം. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു, അത് വളരുമല്ലോ. അപ്പോൾ ഈ ഹോസ്പിറ്റൽ പ്രോജക്റ്റും കുട്ടികളുടെ മേഖലയിലുള്ള വികസനപരമായ മറ്റു കാര്യങ്ങളും അതൊക്കെയാണ് എനിക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു സ്വപ്നമെന്ന് പറഞ്ഞ്. ഒരു പക്ഷേ ഒരു കംപ്ലീറ്റ് കെയർ മനോരോഗികൾക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തുടർന്നാലും എല്ലേലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും പ്രാർത്ഥനയൊക്കെ. മാനസിക രോഗത്തെ പറ്റി ഇന്നും സമൂഹത്തിന് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ സമൂഹം തന്നെ അവർക്ക് എന്തൊരു നാണക്കേടാണ് എന്നാലോചിക്കും. ഈ മാനസിക രോഗത്തെ പറ്റി സഞ്ജീവനി സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ്. മനോരോഗത്തിന് അടിമപ്പെടുന്ന വ്യക്തി ഒരു തരത്തിൽ ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതാണത് ഒരു പെരിയാടാണ്. മറ്റേത് രോഗത്തെക്കാളും ദുരിതം പേറുന്നത് മനോരോഗം മൂലമാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റവും വെറുക്കുന്ന ഒരു രോഗമുണ്ടെങ്കിൽ മനോരോഗമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആദരവുള്ളതും കരുതലുള്ളതും മനോരോഗിയോട് തന്നെയാണ്. കാരണം അവർ പോലും അറിയാതെയാണ് അവർ തകർന്ന അവസ്ഥയിലും മ്ലേച്ഛാവസ്ഥയിലും ദുരിതത്തിലും ജീവിക്കുക. അതിലൂടെ ഒരു ദുഷ്കീർത്തി അല്ലെങ്കിൽ ഒരു സ്റ്റിഗ്മ യിലാണ് അവർ ജീവിക്കുന്നത്. എന്നേക്കുമായിട്ട് ഞങ്ങൾ വെറുക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, സമൂഹത്തിൽ ഒരു തരത്തിലും ജീവിക്കാൻ മാന്യതയില്ലാത്തവർ എന്നൊരു തോന്നലാണ് നമുക്ക് ഇരട്ടി അവരോട് വേദനയും അവരോട് സഹാനുഭൂതിയും കരുതലും തോന്നാൻ ഇടയാക്കുക. ഞാൻ ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്ന കാലത്തുള്ളതിനേക്കാൾ ഒത്തിരി മാറ്റം സമൂഹത്തിൽ വന്നിട്ടുണ്ട്. രോഗത്തെക്കുറിച്ചുള്ള ധാരണ, രോഗികളുടെ സമീപനം, ഇതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ മനോരോഗിയായിപ്പോയോ, അവരുടെ ജീവിതം പോയി എന്നൊരു തോന്നലുണ്ട്. സത്യത്തിൽ അങ്ങനെ നമുക്ക് വിളിക്കാൻ പാടില്ല. രോഗവും രോഗിയും രണ്ടും രണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് വ്യത്യസ്തമായി കാണാനായിട്ടുള്ള ഒരു അറിവും അല്ലെങ്കിൽ ജ്ഞാനവും ഒരു കാഴ്ചപ്പാടും സമൂഹത്തിനുള്ളത് വളരെ വിലപ്പെട്ടത്. തെറ്റിദ്ധാരണകളും മിഥ്യാധാരണകളും ഒക്കെ മാറ്റിവെച്ച്
രോഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് വേണ്ട പരിചരണം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരവായോ എന്ന് എനിക്കറിയില്ല. സമൂഹത്തിലെ ഈ ദുഷ്കീർത്തി അല്ലെങ്കിൽ അതിനോട് ബന്ധിപ്പിച്ചിട്ടുള്ള ഈ രോഗത്തെ മറച്ചു വെക്കാനുള്ള പ്രവണതയൊക്കെ രോഗിയോട് കാണിക്കുന്ന ക്രൂരതയാണ്. നമ്മൾ ഈ ഒരു അവസ്ഥയിൽ കഴിയുന്ന രോഗികളോട് സാധാരണഗതിയിൽ ആർക്കും സഹതാപം തോന്നുകയില്ല എന്നുള്ളതാണ് ഞാൻ അനുഭവിച്ച ഒരു കാര്യം. കാരണം നമ്മളൊരു ശുശ്രൂഷ ചെയ്തു, ഒരു സ്നേഹത്തോട് വാക്ക് പറഞ്ഞു, മറ്റുള്ള ഏത് ദുരിതത്തിലായിരുന്നവർ നമ്മൾ തിരിച്ച് നമ്മളോടൊരു പ്രതിസ്നേഹത്തിൻ്റെ വാക്ക് പറയും. പക്ഷെ മനോരോഗികൾ പലപ്പോഴും അവർ നമ്മളെ നേരെ തിരിച്ചാണ് കാണുന്നത്. നിങ്ങൾ കാരണമാണ് ഞങ്ങളിവിടെ കഴിയുന്നത്, ഞാനിവിടെ കഴിയുന്നത്, എനിക്ക് രോഗമൊന്നും ഇല്ലാഞ്ഞിട്ട് നിങ്ങളും വീട്ടുകാരോടെ കൂടി പിടിച്ച് കൂട്ടിയിട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പം നമുക്ക് വേറൊരു കാരണം മനസ്സിലുണ്ടെങ്കിൽ ഇവരോട് കരുണയും ക്ഷമയും കരുതലും തോന്നുകയുള്ളൂ. അവിടെ ഞാൻ ബോധ്യപ്പെട്ടത് ഈശോ എങ്ങനെയാണ് ഇവരെ വിലമതിക്കുന്നത്. ഈശോ എന്നെ നിയോഗിച്ചു, ഇത് ഈശോയുടെ നിയോഗമാണ്, ദൈവത്തിൻ്റെ പൈതലാണിത്, അവിടെ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു കാരണം. 2, ഈശോ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കണ്ടോ ഞാൻ ചെയ്തത്. അതായത് കാല് കഴുകി അവർക്ക് ശുശ്രൂഷ ചെയ്ത് കാണിച്ചിട്ടാണ്, നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാനിത് ചെയ്തെങ്കിൽ നിങ്ങൾ പരസ്പരം ചെയ്യാൻ കടപ്പെട്ടു. അതൊരു കൽപ്പനയാണ്, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യണമെന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പന. ആ കൽപ്പന നിറവേറ്റുന്നത് കൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷയ്ക്ക് അർത്ഥമുള്ളത്, സഭയുടെ ഈ ശുശ്രൂഷയ്ക്ക് അർത്ഥമുള്ളത്. പിന്നെ മാതൃകയും തന്നിട്ടുണ്ട്, വെറും ആശയമല്ല പറഞ്ഞത്, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും തന്ന കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഒരു കാര്യം ഈ സമൂഹത്തിന് നിറവേറ്റണം. ഒരു പക്ഷേ ഞാൻ ഇത് പറഞ്ഞു ഒതുക്കുകയാണെങ്കിൽ, പൗത്തിൽ പിതാവ് എനിക്ക് ഈ ഉത്തരവാദിത്വം നൽകി എന്നെ ശുശ്രൂഷയ്ക്ക് വിട്ടപ്പോൾ എന്നോട് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. വെച്ചാൽ ഈ ലോകത്തിലുള്ള ഒത്തിരി പേർക്കൊന്നും ചെയ്യാൻ നമുക്ക് അതിനുള്ള സാധ്യതയില്ല, പരിമിതിയുണ്ട്. പക്ഷെ അച്ഛനൊരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള രോഗികളെയും വേദനിക്കുന്നവരെയും എങ്ങനെ ശുശ്രൂഷിക്കാനാവും നല്ല രീതിയിൽ ഫലപ്രദമായി എന്ന് സമൂഹത്തിലൊരു മാതൃക ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അക്കാര്യത്തിൽ സംതൃപ്തിയുണ്ട്. ഇങ്ങനെ നോക്കാം അവരെ എന്നുള്ള ഒരു അപ്പോൾ അതിലൊരു സംതൃപ്തിയുണ്ട്. എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചതും ഞാൻ ആഗ്രഹിച്ചതും എൻ്റെ സ്വഭാവം അനുസരിച്ചൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ ബഹളങ്ങൾ വെക്കാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഇതുവരെ ശ്രമിച്ചിട്ടില്ല. പിന്നെ എന്താ പറയുക, ഒരു മാതൃക കൊടുക്കാനായിട്ടുള്ള തരത്തിൽ സഞ്ജീവനിയിലെ ഒരു സുരക്ഷിതത്വം ഉണ്ടെന്ന് രോഗികൾക്ക് അവരുടെ കുടുംബങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ട്. സമൂഹം ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഇവരെ ഒന്ന് മനസ്സിലാക്കുക, അവരുടെ കൂടെ നിൽക്കുക. അവർക്ക് പരിചരണം നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള ഭവനങ്ങളിൽ അവരെ എത്തിക്കുക. കൃത്യസമയത്തും വേണ്ടതുപോലെയുള്ള ഇടപെടൽ. അവരെ ശപിക്കാതിരിക്കുക, അവരെ വെറുക്കാതിരിക്കുക. അവർ മനുഷ്യരാണ്, അവരുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരല്ലേ അവർ. അവർക്ക് കൊടുക്കുന്ന ആദരവും സ്നേഹവും മറക്കരുത്. അവരെ ഒന്ന് പൊക്കി തലയിൽ വെക്കണമെന്നല്ല എൻ്റെ അർത്ഥം, എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്ന പോലെ അവർക്കും കൊടുക്കത്തൂടെ. അങ്ങനെ നീതി കാണിക്കണം അവരോട്. സഞ്ജീവനിയിലെ ഒരു നീണ്ട സേവനത്തിന് ശേഷം അടുത്ത കർമ്മപദത്തിലേക്ക് അച്ഛൻ യാത്രയാകുന്നത്. ഈ അവസരത്തിൽ അച്ഛനിപ്പോൾ എന്താ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അച്ഛൻ എന്താണ് പറയാനുള്ളത്? വീണ്ടും ഒരു ഇടവക വികാരിയായി, ഒരു ഫൊറാനോ ഇടവക വികാരിയായി. ഞാൻ ആകെപ്പാടെ 8 വർഷമേ ഇടവക ശുശ്രൂഷയിൽ ജീവിച്ചിട്ടുള്ളൂ. 8 വർഷത്തെ എന്ന് പറയുമ്പോൾ അത് 27 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. 27 വർഷങ്ങൾ കൊണ്ട് സമൂഹത്തിൽ എന്തെല്ലാം മാറ്റം വന്നു, വ്യക്തികൾക്ക് എന്തെല്ലാം വ്യത്യസ്തമായൊരവസ്ഥയുണ്ടായി. അപ്പോൾ അവിടേക്ക് ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് 27 വർഷത്തെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന് ശേഷം ചെല്ലുമ്പോൾ മനസ്സിൽ ആശങ്കയുണ്ട്. ഒരു കുഞ്ഞു പള്ളി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയും പറയുകയൊക്കെ ചെയ്തു. പക്ഷേ അനുസരണയിലാണ് അഭിഷേകം ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പിതാവിനോട് ഇത് ഏറ്റെടുക്കാൻ പറഞ്ഞു. അനുസരിക്കുന്നവന് കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. വലിയ ആശങ്കയേക്കാൾ ഉപരി എന്താണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയും ആലോചനയും എൻ്റെ മനസ്സിനെ ഭരിക്കുന്നുണ്ട്. ഇതെല്ലാം നിറവേറ്റാനായിട്ടുള്ള കഴിവോ സിദ്ധിയോ ഒന്നും എനിക്കില്ല. പക്ഷെ ദൈവം ഏറ്റെടുത്താൽ എല്ലാം സാധ്യമാകുമല്ലോ എന്നുള്ള ഒരു ബോധ്യമുണ്ട് ഉള്ളിൽ. അതുകൊണ്ട് തന്നെ
ഇടവകയെ ഞാൻ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഉൾക്കാഴ്ച, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വിനയത്തോടും സമർപ്പണ ബോധത്തോടും കൂടെ അടിയറവ് വെച്ചാൽ കർത്താവ് അവിടുത്തെ ജനത്തെ, അവിടുത്തെ ആടുകളെ നമ്മിലൂടെ വേണ്ടതുപോലെയൊക്കെ പരിചരിച്ചുകൊള്ളും, അവരെ നയിച്ചുകൊള്ളും എന്നൊരു വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തെ വളർത്താൻ, ആഴപ്പെടുത്താൻ, ഉറപ്പിക്കാൻ ഇടയാവുന്ന ശുശ്രൂഷകൾ കർത്താവ് എന്നെക്കൊണ്ട് നിറവേറ്റണമേ എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയും. പിന്നെ കുട്ടികൾക്ക് ഒരു ഈശോനുഭവം കൊടുക്കാൻ എന്നെ ഉപയോഗിക്കണമേ ഒക്കെയുള്ള ഒരു യാചനയാണ് ഇപ്പം മനസ്സിലുള്ളത്. താങ്ക് യു അച്ഛ. അച്ഛൻ ഇത്രയും വർഷക്കാലം ഞങ്ങൾക്ക് തന്ന എല്ലാ സ്നേഹവും കരുതലും കരുണയും ഒക്കെ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അച്ഛൻ്റെ തുടർന്നുള്ള ജീവിതയാത്രയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. അച്ഛൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഇതൊരു സന്തോഷകരമായ സാഹചര്യമായിട്ട് ഞാൻ കാണുന്നു, ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരു ധ്യാനം പോലെ, ഒരു വീണ്ടും വിചാരം പോലെ മനസ്സിലൂടെ കടന്നു പോവുക. അങ്ങനെ പറയുമ്പോഴാണ് നിയമാവർത്തനം 1:31 വചനം എൻ്റെ മനസ്സിലോട്ട് വന്നു. കടന്നു പോകുന്ന വഴികൾ ദൈവമായ കർത്താവ് ഒരു പിതാവ് പൈതലിനെ എന്നതുപോലെ മരുഭൂമിയിൽ വഹിച്ചത് കണ്ടതാണല്ലോ. ഇത്രയും കാലം കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തങ്ങിക്കിടക്കുന്ന ഒരു ചിത്രം, എൻ്റെ ദൈവം കാത്തു പരിപാലിക്കും. അതുകൊണ്ട് നാളെക്കുറിച്ച് കൂടുതൽ ആശങ്കയിൽ, വീഴ്ചകളും കുറവുകളും ബലഹീനതകളും പാപങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. പക്ഷെ ദൈവത്തിൻ്റെ കരുണ, കർത്താവിൻ്റെ പരിപാലന വിസ്മരണീയമാണ്. അത്രേ പറയാനുള്ളൂ. ദൈവത്തിന് സ്തുതി.